ഇന്നത്തെ വീഡിയോയിൽ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഡീപ്പർ ലെവൽ അനാലിസിസ് ആണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണ്, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള അനാലിസിസ്. ഈ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈൽ സ്ട്രൈക്ക്, അതുപോലെ തന്നെ റിറ്റാലിയേഷൻസ്, അതുപോലെ തന്നെ എസ്കലേഷൻസ്. അപ്പം ഇത്തരത്തിലാണ് ഈ വാർ മുന്നോട്ട് പോകുന്നതായിട്ട് പൊതുവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടരെ എവറി ഡേ ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എവറി ഡേ ഇറാൻ ഇത്ര മിസൈലുകൾ വിട്ടു, അതുപോലെ ഇസ്രായേൽ ഇന്ന സ്ഥലങ്ങളിൽ അറ്റാക്ക് നടത്തി. ചില മാധ്യമങ്ങളിൽ ഇറാൻ അയക്കുന്ന മിസൈലുകൾ മാത്രം, ചില മാധ്യമങ്ങൾ ഇസ്രായേൽ അയക്കുന്ന മിസൈൽ മാത്രം. അപ്പൊ ഇത്തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലാണ് ഇതിനെ നോക്കുന്നത്. എന്താണ് ഈ യുദ്ധം മുന്നോട്ട് വെക്കുന്ന അജണ്ട? ഈ രണ്ട് രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇസ്രായേലും അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പ്ലാൻ എന്താണ്? അവർ ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിനെ നോക്കിക്കാണുന്നത്? ഇത് അവസാനിക്കുമ്പോൾ ഇവരുടെ ഗോൾ എന്തായിരിക്കും എന്നുള്ള തരത്തിലാണ് ഈ വിലയിരുത്തൽ ത്രൂ ഔട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു രാജ്യത്തിനെ ആ രാജ്യം ഉണ്ട് എന്നുള്ളൊരു ഫീല് തന്നെ ഇല്ലാത്ത അവസ്ഥയിലാക്കിക്കൊണ്ട് അവരുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ തന്നെ ഡിസോൾവ് ചെയ്യുന്ന തരത്തിൽ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല, ഇത് ത്രൂ ഔട്ട് പറയുമ്പം ഞാൻ പറയുന്നതിന്റെ മീനിങ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ യുദ്ധം അതിലേക്കുള്ള ഒരു ക്ലിയർ ഡെമോൺസ്ട്രേഷൻ ആണ് പൊതുവിൽ കാഴ്ചവെക്കുന്നത്. ഇറാന്റെ സ്ട്രെങ്ത് എന്താണ്? ഇറാന്റെ സ്ട്രെങ്ത് അവരുടെ മിലിറ്ററി പവറോ അല്ലെങ്കിൽ അവര് ഇപ്പം നിർമ്മിക്കും, ഇതാ ഇച്ചിരി കഴിഞ്ഞ് നിർമ്മിക്കും എന്ന് പറയുന്ന ന്യൂക്ലിയർ വെപ്പണോ, ഇതൊന്നും തന്നെ ഇല്ല. ഇറാന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിതി ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ, അതാണ് അവരുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. അതിലേക്കാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നത് ഈ യുദ്ധം. ലോകത്തിലേക്കുള്ള 20% ക്രൂഡ് ഓയിൽ ഒഴുകുന്ന LNG സപ്ലൈ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റുകൾ തുരിതര നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ നാരോ ചെക്ക് പോയിന്റ്. ഈ നാരോ ചെക്ക് പോയിന്റ് എന്ന് ഞാൻ പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ആണ്. ഇറാന്റെ ഹയസ്റ്റ് ലെവറേജ് എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ആണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് പല വർഷങ്ങളായിട്ട് പലരും ശ്രദ്ധിക്കാതെ പോയ, അതിലേക്ക് ഒരു അവകാശം പോലും ഉന്നയിക്കാത്ത രീതിയിൽ അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതുവരെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുപോവുകയും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവകാശങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്കും കൂടി ഈക്വൽ ആയിട്ട് അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ അതിനെ മാറ്റി തീർക്കാതെ, അതിനു വേണ്ടിയിട്ട് ഒരു പരിശ്രമങ്ങളും നടത്താതെ എല്ലാ കാലത്തും ഇറാൻ ഹിഡൻ ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ ഒരു ഹിഡൻ വെപ്പൺ, അതാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. അപ്പൊ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇപ്പോഴാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് എത്രമാത്രം ഇതിനു മുമ്പ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം, പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളും നടത്തിയിട്ടില്ല ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. പക്ഷെ ഇപ്പം ശരിക്കും പെയിൻഫുൾ ആകുന്നുണ്ട്. ആ പെയിൻ വേറൊരു തരത്തില് ഒരു റീഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ റീഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജിയാണ് ഇറാന് ഒരു തിരിച്ചടിയാവാൻ പോകുന്നത്. ഇറാൻ ഒരു സിംഗിൾ ബുള്ളറ്റ് പോലും ചെലവാക്കാതെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ഒരു വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ എക്കോണമിയെ തന്നെ തകിടം മറിച്ചുകൊണ്ട്, അപ്പൊ ഈ യുദ്ധത്തില് ഇറാന്റെ ആ ലെവറേജിനെ, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ത്രൂ ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലെവറേജിനെ എങ്ങനെ ഡിസ്മാന്റിൽ ചെയ്യാം, അതാണ് ഈ യുദ്ധം. ഈ യുദ്ധം അങ്ങോട്ടാണ് നയിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ആരും തന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ആരും തന്നെ കീഴ്പ്പെടുത്താൻ പോകുന്നില്ല, സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ആരും പിടിച്ചടക്കി ഞങ്ങളുടെ റൂട്ടാണ് ഇതെന്ന് പറഞ്ഞ അവകാശം പറയാൻ പോകുന്നില്ല. പക്ഷേ സറൗണ്ടിങ്ങിലുള്ള എനർജി മേഖലകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കുകൾ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ആയാലും മിനിഞ്ഞാന്നായാലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എനർജി മേഖലകളാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സൈഡിലുള്ള എനർജി മേഖലകൾ മൊത്തം ഇറാനാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു സൈഡിൽ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഇറാന്റെ സൈഡിലുള്ള എനർജി മേഖലകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടത്തിയ ഒരു അറ്റാക്കാണ് ഈ സൗത്ത് പാർസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാസ് പ്ലാന്റിൽ നടത്തിയ അറ്റാക്ക്. ഇത് ശരിക്കും 70% ഓഫ് ഇറാന്റെ സപ്ലൈയെ കൊലാപ്സ് ചെയ്യുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു. ഇത് പർപ്പസ്ഫുള്ളി അമേരിക്കയും ഇറാനും പ്ലാൻ ചെയ്ത് നടത്തിയ അറ്റാക്ക് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അല്ലാതെ ഒരു കയ്യബദ്ധമോ അല്ലെങ്കിൽ അതറിയാതെ ചെയ്തു പോയതാണെന്നോ അങ്ങനെയൊന്നുമല്ല. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ അടിച്ച് പൊട്ടിച്ചതാണ് സൗത്ത് പാർസ്. ഇത് റിക്കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 മുതൽ 8 വർഷം പിടിക്കും ഇത് റിക്കവർ ചെയ്യാൻ. ഇന്ത്യക്ക് ഇറാൻ LNG സപ്ലൈ നടത്തുന്നുണ്ട്. ഇപ്പൊ അവർക്ക് മേളിൽ സാങ്ഷൻസ് ഇല്ല, LNGക്കും ഇല്ല, ക്രൂഡ് ഓയിലിനും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണയും വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ LNGയും വാങ്ങിക്കുന്നുണ്ട്. അതിന് ഇറാൻ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. ഇറാന്റെ 1/3 ഭാഗം ഗ്യാസ് സപ്ലൈ അവരുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഈ സൗത്ത് പാർസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാസ് പ്ലാന്റിൽ നിന്നാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സൗത്ത് പാർസ് അറ്റാക്ക് നടത്തിയ ഉടനെ ഇറാൻ ഫുള്ളി കൊലാപ്സ് ആയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇറാൻ അവിടെ ചലിക്കുന്നുണ്ട്, ഇല്ല എന്നില്ല. ഇറാന്റെ IRGC റെജീം കൊലാപ്സ് ആയെന്ന് ചോദിച്ചാൽ ഇല്ല, അതും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം?
എത്രമാത്രം ഡീപ്പർ ലെവലിൽ ഇതിന് മുമ്പ് അവർ ഫുൾ ഫ്ലഡ്ജ്ഡ് പവർഫുൾ ആയിട്ട് ഇരുന്നത് പോലെയാണോ ഇപ്പം IRGC ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല IRGC ഉള്ളത്. പക്ഷെ ഇതിനകത്തൊരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രെഡിക്റ്റബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രെഡിക്റ്റബിലിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ആ ഒരു അൺസർട്ടനിറ്റി അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കും. ഇറാനിലെ IRGC എന്ന് പറഞ്ഞ റെജീമിന്റെ അതിലേ പോകുന്ന ചരക്ക് ഗതാഗതത്തിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇറാന്റെ അടുത്ത് ഒരു പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അതുവഴി യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കുറയുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് ഇറാൻ വിജയിക്കുമോ അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ വിജയിക്കുമോ, അതല്ല വിജയം. ഈ വിജയം, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വിജയം. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നതോടുകൂടി ഇറാന്റെ ഇമ്പോർട്ടൻസും കൂടി നഷ്ടപ്പെടും. അതിലേക്കാണ് ഈ യുദ്ധം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറാന്റെ സൈഡിൽ സൗത്ത് പാർ അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ ഇറാൻ എന്താണ് ചെയ്തത്? ഇറാൻ തിരിച്ച് ഖത്തർ, UAE, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എനർജി പ്ലാന്റുകളാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തത്. ഇതിലൂടെ ആർക്കാണ് നഷ്ടം? ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഒരു പരിധി വരെ ഖത്തറിനും പിന്നെ കുറച്ച് ബഹ്റൈനുമാണ്. മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് ആക്രമണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇപ്പൊ ഖത്തർ നോക്കൂ, ഖത്തറിന് 70% ഓഫ് LNG പ്രൊഡക്ഷൻ റെഡ്യൂസ് ആയിരിക്കുകയാണ്. ഇത് റെഡ്യൂസ് ആകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മിനിമം ഒരു 5 മുതൽ 8 വർഷം ഖത്തറിനും എടുക്കും നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്. അതിലേക്ക് കാരണം ഈ ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറഞ്ഞ ഗ്യാസ് പ്ലാന്റ് ആണ് ഇറാൻ അറ്റാക്ക് ചെയ്തത്. ഖത്തർ ആണെങ്കിൽ ഗ്ലോബലി 20% LNG സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അതായത് ആഗോളതലത്തിൽ തന്നെ 20% LNG ഖത്തറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഉള്ളത്. അതിലാണ് 17% ഈ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പെർ ഇയർ. പെർ ഇയർ 17% പറഞ്ഞാൽ ഏതാണ്ട് ഖത്തറിന്റെ ഇന്നത്തെ ഉൽപാദനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12.8 മില്യൺ ടൺ കുറവാണ് പെർ ഇയർ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇത് ഖത്തർ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം എടുക്കും മിനിമം. ഇപ്പൊ ഇത് മാത്രമാണോ ഖത്തറിന് നഷ്ടം എന്ന് ചോദിച്ചാൽ ഇല്ല. ഖത്തറിന്റെ LNG ഷിപ്മെന്റുകൾ 500 ഷിപ്മെന്റുകൾ മുടങ്ങിയിട്ടുണ്ട്. 500 ഷിപ്മെന്റുകൾ. അതുപോലെ ഖത്തറിന്റെ ലോങ് ടേം എഗ്രിമെന്റ് കംപ്ലീറ്റ് ക്യാൻസൽ ആയിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം ഖത്തറിന് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പില്ലാതായിരിക്കുന്നു. ഷിപ്പിംഗ് കമ്മിറ്റ്മെന്റ്സ് ഫെയിൽഡ്. അതായത് ഖത്തറിൽ നിന്നും ഗ്യാസ് എടുത്താൽ തന്നെയും അത് ഷിപ്പിംഗ് റൂട്ടിലൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു ഉറപ്പ് അതും ഖത്തറിന് കൊടുക്കാൻ കഴിയുകയില്ല. അത് ഖത്തറിന് മാത്രമല്ല, ആ ലൈനിൽ കിടക്കുന്ന പല രാജ്യങ്ങൾക്കും ഈ ഷിപ്പിംഗ് കമ്മിറ്റ്മെന്റ്സ് സാധ്യമല്ലാത്തൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണ്? സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവകാശം സ്ഥാപിക്കാതിരുന്നതാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവകാശം സ്ഥാപിക്കാനുള്ള ഒരു പെറ്റീഷൻ പണ്ടേ മൂവ് ചെയ്ത് ഇറാനുമായിട്ട് തർക്കിച്ച് പണ്ടേ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവകാശം അതിലേക്ക് ഒരു കണ്ടീഷൻ, ഒരു ഗ്ലോബൽ കണ്ടീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. പരസ്പരം രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ടച്ച് ചെയ്യരുത് എന്നുള്ളൊരു പ്രീ കണ്ടീഷൻ ഇതുവരെ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതൊരു പരാജയമാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്. കാരണം ഇവര് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളായിരുന്നു ഇത്. അതിലൂടെയാണ് ഇവരുടെ കമോഡിറ്റി കംപ്ലീറ്റ് നടക്കുന്നത്. ഇവർ എണ്ണ വിൽക്കുന്നു, ഗ്യാസ് വിൽക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതിലെ കൂടിയാണ് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കരുതൽ കുറച്ചുകൂടെ മുൻകൂട്ടി തന്നെ വേണമായിരുന്നു. ഇവിടെയൊക്കെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ നടത്തിയ. ഖത്തറിന്റെ ഈ സപ്ലൈ ചെയിൻ ക്രാക്ക് ആയതോടുകൂടി യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ പാനിക് ആകുന്നത്. ഇനി യൂറോപ്പിന് എങ്ങനെയാണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. യുദ്ധം ഇപ്പൊ അവസാനിപ്പിക്കും എന്നുള്ള അവസ്ഥയിലല്ല ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധം തുടർന്നും നടക്കുമെന്നാണ് അറിയിപ്പുള്ളത്. ഇപ്പോൾ ഇറാന്റെ ഉള്ളിലും നിരവധി സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ തുടരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നുണ്ട്. അതുപോലെ ഇറാനും മിസൈലുകൾ അയക്കുന്നുണ്ട്. പക്ഷെ പഴയതുപോലെ അല്ല. ഇറാന്റെ മിസൈലുകളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ്, ഇറാന്റെ മിസൈൽ ഡിപ്ലോയ്മെന്റിൽ നല്ല രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഡ്രോൺ അയക്കുന്നതിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ കുറവ് സംഭവിക്കുന്നു പറഞ്ഞാൽ അവർക്ക് പരിമിതമായ അളവിലാണ് അവരുടെ കയ്യിൽ മിസൈൽ ഉള്ളത്. അത് വെച്ചിട്ട് അവർ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ള മേഖലകളെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ റെജീം ഇപ്പോഴും കൊലാപ്സ് ആയിട്ടില്ല എന്നുള്ള തരത്തിലൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലവിലെ ചാലഞ്ച്. അപ്പൊ ആ ചാലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഒരു റെജീം കൊലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെജീം കൊലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് സർവൈവൽ ഇല്ല. സർവൈവൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനല്ല, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ആ ലീഡർഷിപ്പിനോടുള്ള വിശ്വാസം പോകുന്നു. അതുകൊണ്ട് അവിടെ പുതിയ റെജീം വരേണ്ട സാഹചര്യം അവിടെ രൂപപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് റെജീം ഇപ്പോഴും ശക്തരാണ് എന്നുള്ള തരത്തിൽ ഇറാന്റെ ഉള്ളിൽ IRGC ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പെർസെപ്ഷനിലാണ് ഇറാൻ ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്നിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഈ സിംഗിൾ ചോക്ക് പോയിന്റ്,
അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അത് ഇനി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് റൂട്ട് അല്ല എന്നുള്ള തരത്തിൽ ആക്കി തീർക്കുകയാണ്. അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പെർസെപ്ഷൻ. ഈ രണ്ട് പെർസെപ്ഷൻസും തമ്മിലാണ് ഇപ്പം മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. IRGC നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ്, ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം. IRGC നിലംപൊത്തുന്നതോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഫ്രീ ആവുകയാണ്. അത് ഫ്രീ ആയതുകൊണ്ട് മാത്രം അത് സ്റ്റേബിൾ ആയിട്ടുള്ള റൂട്ടായിട്ട് മാറാൻ പോകുന്നില്ല. കാരണം അതിന് ബദൽ പ്ലാനുകൾ ഓൾറെഡി തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞു. സൗദി അറേബ്യ ഫെബ്രുവരി 28 ഇസ്രായേൽ ആദ്യത്തെ വെടി ഇറാന്റെ ഉള്ളിൽ പൊട്ടിച്ചപ്പോൾ തന്നെ അതിന്റെ നെക്സ്റ്റ് 2 ഡേയ്സിൽ സൗദി അറേബ്യ ഒരു പൈപ്പ് ലൈൻ പ്ലാൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. സൗദി അറേബ്യയിൽ നിന്നും ജോർദാൻ ത്രൂ ഇസ്രായേലിലേക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയാണ്. ഇതുപോലെ പല രാജ്യങ്ങളും യൂറോപ്പിന്റെ മാർക്കറ്റിനെ ലക്ഷ്യമാക്കി കുവൈറ്റ്, ബഹ്റൈൻ, ഖത്താർ പോലത്തെ രാജ്യങ്ങൾ സൗദി അറേബ്യ ത്രൂ ജോർദാൻ ത്രൂ ഇസ്രായേലിലോട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയാണ്. മറികടന്ന് യൂറോപ്പിന് റെഡ് സീയും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് പോലെ LNG സപ്ലൈയും അതേപോലെ ഓയിൽ സപ്ലൈയും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസിയസ്റ്റ് മാർഗമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുകയാണ്. യൂറോപ്പിലേക്കുള്ള സപ്ലൈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ നിന്ന് മാറുന്നതോടുകൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇറലവന്റ് ആവുകയാണ്. പിന്നെ ഇറാന്റെ ഫ്രണ്ട്ലി നേഷൻസ് ആയിട്ടുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആവശ്യമായി വരുന്നത്. യൂറോപ്പ് വളരെ സ്മൂത്ത് ആയിട്ട് ഇസ്രായേലിലൂടെ അത് സ്വന്തമാക്കും. അവിടെ ഇറാൻ ടോട്ടൽ ഫെയിലിയർ ആവുകയാണ്. ഇറാന്റെ ഈ ഒരു ചോക്ക് പോയിന്റ്, ഇറാന്റെ ഈ ഒരു സ്ട്രാറ്റജിക് ഇൻവിസിബിൾ ലെവറേജ് ആയിട്ട് കീപ്പ് ചെയ്തിരുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇതൊരു ഇറലവന്റ് ആയിട്ട് മാറുകയാണ്. ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കുറയുകയാണ്. ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം. ഈ യുദ്ധം എത്ര നാൾ മുന്നോട്ട് പോകുന്നു അത്രത്തോളം അഡ്വാൻറ്റേജ് ആണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും ഉള്ളത്. കാരണം മറ്റുള്ള ഓയിൽ മാർക്കറ്റുകൾ പലതും സപ്രസ് ചെയ്യപ്പെട്ടിരുന്ന ഓയിൽ മാർക്കറ്റുകളൊക്കെ ഇനി ബൂമായി പുറത്തോട്ട് വരും. അപ്പം ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങൾ മറ്റുള്ള ഓയിൽ മാർക്കറ്റുകളെ ഡിപ്പെൻഡ് ചെയ്യും. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ഓയിൽ മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് വീണ്ടും കുറയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം കുറയുന്നു ഇറാന്റെ റിലവൻസും കുറയുകയാണ്. പിന്നീട് അവർക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ വെച്ചുകൊണ്ടുള്ള ഒരു കളി നടക്കത്തില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാനെ ഏത് രാജ്യമാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അവിടെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഒരു വട്ടപൂജ്യമാണ്. ഫെബ്രുവരി 28 ആദ്യത്തെ സ്ട്രൈക്ക് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് പ്ലാൻ ഫോർ നെക്സ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സപ്ലൈ റൂട്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടുള്ള ഇതര റൂട്ടുകൾ ഓയിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കരുതുക, ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് പ്രിപ്പറേഷൻ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുക എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ മെസ്സേജ്. അത് യൂറോപ്പിന് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. യൂറോപ്പ് നിങ്ങൾ ഇനി സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് മെസ്സേജ്. ആ സെയിം ഡേ തന്നെയാണ് സൗദി അറേബ്യ പ്രഖ്യാപിക്കുന്നത് പുതിയ പൈപ്പ് ലൈൻ പ്രോജക്ട് സൗദി അറേബ്യ ജോർദാൻ ത്രൂ ഇസ്രായേലിൽ എത്തിക്കും. ഇസ്രായേലിൽ നിന്ന് മെഡിറ്ററേനിയൻ സീയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓയിൽ സപ്ലൈ ചെയ്യും. ഇതാണ് പുതിയ പ്ലാൻ. ഇത് മാത്രമല്ല UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റൊരു രീതിയിൽ ഒരു കനാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവരും വേറെ രീതിയിലുള്ള പൈപ്പ് ലൈൻ ഒമാൻ ത്രൂ അറേബ്യൻ ഓഷ്യനിലേക്ക് അവർ പൈപ്പ് ലൈൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 2 പൈപ്പ് ലൈൻ പ്ലാനുകളും വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് ആർക്കാണ് ആവശ്യം? അപ്പൊ ഇതാണ് എക്സാക്ട് പ്ലാൻ. ഓയിൽ റൂട്ട് വിൽ ബൈപാസ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. ഇത് നമുക്ക് തോന്നും ഇത് ജസ്റ്റ് ഈ യുദ്ധം ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു റീഡയറക്റ്റഡ് പ്ലാൻ ആണെന്ന്. ഇല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇത് ഈ യുദ്ധം ഉണ്ടായത് കൊണ്ട് മാത്രം ഉണ്ടായ തിരിച്ചറിവായിരിക്കാം. പക്ഷേ ഇസ്രായേലിന് ഈ പ്ലാൻ പണ്ടേ ഉള്ളതാണ്. ഇനി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ പ്രൈം മിനിസ്റ്റർ ആയി തുടരുന്നില്ല എങ്കിൽ പോലും ഈ പ്ലാൻ നടപ്പിലാവും. അതാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഉള്ളില് ഒരുപാട് യഹൂദന്മാർ ഇത്തരത്തിലുള്ള തലച്ചോറുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരിത് നടപ്പിലാക്കിയിരിക്കും. അവർക്ക് ഒരു നേതാവാണ് ആവശ്യം. ആ നേതാവ് ആരായിരുന്നാലും ഇസ്രായേലിന്റെ ദൗത്യം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. നോൺ സ്റ്റോപ്പ് ആയിട്ട് അത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൗത്ത് പാർ ഇസ്രായേൽ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പൊ അവിടെ ഇറാന് നഷ്ടമുണ്ടായി, ഒപ്പം ഖത്തറിനും അവിടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതേസമയം ഖത്തറിന്റെ റാസ് ലഫാൻ എന്ന് പറഞ്ഞ ഗ്യാസ് പ്ലാന്റ് ഇറാൻ അറ്റാക്ക് ചെയ്ത് അവിടെയും ഈ ഏരിയയിലുള്ള ഗ്യാസ് പ്ലാന്റ് തന്നെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. നഷ്ടം ഖത്തറിനായാലും ഇറാനായാലും LNG ഷോർട്ടേജ് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ ലേവിയത്താൻ എന്ന് പറഞ്ഞ ഗ്യാസ് പ്ലാന്റ് ഇസ്രായേലിന്റെ പുതിയ ഗ്യാസ് പ്ലാന്റ് ആണ്. അത് ഏതാണ്ട് മെഡിറ്ററേനിയൻ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈപ്രസിൽ നിന്നും കുറച്ച് ഇങ്ങോട്ട് നീങ്ങി ഇസ്രായേലിന്റെ തീരത്ത് കൃത്യമായിട്ട് ലേവിയത്താൻ ഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അവിടെ നിന്നും ഇസ്രായേൽ പുതിയ സപ്ലൈ തുടങ്ങും. ഇതാണ് ഇസ്രായേലിന്റെ പ്ലാൻ.
ഇനിയിപ്പോ ഖത്തറിന്റെയും ഇറാന്റെയും ഗ്യാസ് പ്ലാന്റുകൾ നെക്സ്റ്റ് 5 വർഷം കൊണ്ട് ഈ ഷോർട്ടേജ് ഒക്കെ നികത്തി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇസ്രായേൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു പ്രധാനപ്പെട്ട LNG സപ്ലയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആരാണോ ഈ ലോകത്തുള്ള എനർജി ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഈ ലോകത്ത് പവർഫുൾ എന്ന് പറഞ്ഞാൽ റിയൽ പവർഫുൾ. ആ പവർഫുൾ ഫാക്ട് ആയിട്ട് മാറുകയാണ് ഇസ്രായേലും അമേരിക്കയും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഓൾറെഡി തന്നെ ഈ വിഷയങ്ങളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ്. അവിടേക്കാണ് ഇസ്രായേലിന്റെ ചുവടുവെപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ചുവടുവെപ്പല്ല. മിഡിൽ ഈസ്റ്റില് ഇത്രയും കാലം ഈ എനർജി മേഖലയെ മൊത്തം കൈയടക്കി വെച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഒരു എനർജി സപ്ലൈ ഫ്ലോ കംപ്ലീറ്റ് ഇസ്രായേലിലേക്ക് പോവുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. സൗദി അറേബ്യ ജോർദാൻ ത്രൂ പൈപ്പ് ലൈൻ ഇസ്രായേലിലേക്ക്, ഖത്താർ പൈപ്പ് ലൈൻ ഇസ്രായേലിലേക്ക്, കുവൈറ്റ് പൈപ്പ് ലൈൻ ഇസ്രായേലിലേക്ക്, ബഹ്റൈൻ ആൾസോ ദ സെയിം. അതേപോലെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ പൈപ്പ് ലൈൻ ടു അറേബ്യൻ ഓഷൻ. ഇത്തരത്തിൽ വരുമ്പോൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് കുറയുകയാണ്. അതേസമയം പൈപ്പ് ലൈനുകൾ എല്ലാം കൂടി പോയി ചേരുന്നത് ഇസ്രായേലിലും, ഇസ്രായേൽ ഒരു യൂറോപ്പ് സപ്ലയർ ആയിട്ട് മാറുകയാണ്. അവിടെയാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ സക്സസ് പോയിന്റ് വരാൻ പോകുന്നത്. ഇസ്രായേൽ വിൽ റൂൾ ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് റൂൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് ഈ ഹെഡ്ലൈൻസ് വായിച്ചുകൊണ്ട് വാർത്തകൾ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ യുദ്ധത്തിനെ ബേസ് ചെയ്ത് അടുത്തൊരു 10 മുതൽ 15 വർഷത്തേക്ക് ഈ യുദ്ധം, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇമ്പാക്ട് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തവർക്ക് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് തോന്നാം. പക്ഷെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ന്യൂട്രൽ നിലപാടുള്ളവർക്ക് ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വേണമെങ്കിലും കരുതാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ യുദ്ധം കൊണ്ട് നേട്ടം വരാൻ പോകുന്നത് ഇസ്രായേലിനാണ്. ഇത് ശരിക്കും ഈ നിലവിൽ നടക്കുന്ന മിസൈലുകളുടെ കണക്ക് നോക്കി ഹെഡ്ലൈൻസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഞാൻ പറയുന്ന പോയിന്റ് ഒരു പക്ഷേ മനസ്സിലാവണം എന്നില്ല. ബിയോണ്ട് യുദ്ധം, ഇതേപോലെ തന്നെയാണ് പല യുദ്ധങ്ങളും ഈ ലോകത്ത് പല പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ചരിത്രം അങ്ങനെ തന്നെയാണ് തെളിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ യുദ്ധം കൊണ്ടുവരാൻ പോകുന്ന മാറ്റമാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഇറലവന്റ് ആക്കിക്കൊണ്ട് ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ ഒരു എനർജി ഗ്ലോബൽ ഹബ്ബായിട്ട് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം. ഇപ്പൊ ഈ ഒരു മൊമെന്റില് യുദ്ധം ഒരു സീസ് ഫയറോ ഒരു ടെമ്പററി സീസ് ഫയറോ എന്നൊക്കെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചാൽ തന്നെയും വീണ്ടും ഈ യുദ്ധം തുടങ്ങും. പക്ഷേ ലക്ഷ്യം ഇത് തന്നെയായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്രായേൽ തുടർച്ചയായിട്ട് പറയുന്നത് സീസ് ഫയറിന്റെ ആവശ്യമില്ല, ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇറാൻ ഈസ് നോട്ട് ഫുള്ളി ഡിസ്ട്രോയിഡ് ബട്ട് അൺസ്റ്റേബിൾ. ഒരു കാലിബ്രേറ്റഡ് പ്രഷറാണ് ഇറാന്റെ മേളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനുള്ളത് 2 ഓപ്ഷനാണ്, ഓൺലി 2 ഓപ്ഷൻ. ഒന്നെങ്കിൽ പുതിയ സിസ്റ്റത്തോട് അഡാപ്റ്റ് ടു ദ ന്യൂ സിസ്റ്റം, അല്ലാന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ആവുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ പുതിയ സിസ്റ്റത്തിനോട് യോജിച്ച് മുന്നോട്ട് പോവുക, അതായത് 15 പോയിന്റ്സ് ഒക്കെ ഇവർ മുന്നോട്ട് വെച്ചല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളിൽ സൈൻ ചെയ്ത് അതിൽ മുന്നോട്ട് അതിൽ ആ പോയിന്റുകളൊക്കെ ചെയ്ത് എഗ്രി ചെയ്ത് റെജീമിനെ വീണ്ടും നിങ്ങൾ പുനഃസ്ഥാപിച്ച് അമേരിക്ക പറയുന്നത് പോലെയുള്ള ഒരാളിനെ അവിടെ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് റെജീം സർവൈവൽ എന്നുള്ള രീതിയിൽ ഒരു ഡ്രാമയൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് ആവുക. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഐസൊലേറ്റ് ആവുന്നത്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഇറലവന്റ് ആക്കിക്കൊണ്ട് കംപ്ലീറ്റ് എനർജി സപ്ലൈയും ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഐസൊലേറ്റ് ചെയ്യപ്പെടും. ഇറാൻ വീക്കാണ്, ഇറാന്റെ മിസൈലുകളൊക്കെ തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അതൊക്കെ ഫ്രാഗ്മെന്റഡ് ഏരിയയിൽ നിന്നും വരുന്ന മിസൈലുകളാണ്, കോർഡിനേറ്റഡ് ആയിട്ടുള്ള കമാൻഡ് യൂണിറ്റുകളിൽ നിന്നും വരുന്ന മിസൈലുകളല്ല. ഇതൊക്കെ തന്നെ എന്നോ എപ്പോഴോ ഇതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പല ചെറിയ ചെറിയ കമാൻഡ് യൂണിറ്റുകളിൽ നിന്നും വരുന്ന മിസൈലുകളാണ്. ഇതൊക്കെ കുറച്ചു കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ ഇത് അവസാനിക്കും. അതുപോലെ പലപ്പോഴും ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതും അമേരിക്ക വേറൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മാധ്യമങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. ഇത് കൺഫ്യൂസ്ഡ് അല്ല. കാരണം ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവും അമേരിക്കയുടെ ഒബ്ജക്റ്റീവും രണ്ടാണ്. രണ്ട് തരത്തിലുള്ള അപ്രോച്ചാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 രാജ്യങ്ങളിലെയും സ്റ്റേറ്റ്മെന്റിൽ ചില വേരിയേഷൻസ് അനുഭവപ്പെട്ടേക്കാം. അതും കണ്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ തെറ്റി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ അവിടെ അടിച്ചിറക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ എൻഡ് ഗോൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത് ശരിക്കും പഴയ കോൾഡ് വാർ പോലെയല്ല. ഇത് ശരിക്കും സിസ്റ്റം വീക്കനിങ്, പെർസെപ്ഷൻ ഷേപ്പിംഗ്, അതുപോലെ തന്നെ ഗ്രാജുവൽ എറോഷൻ ആണ്. ഇതാണ് ഈ വാറിന്റെ സ്ട്രാറ്റജി. ഈ യുദ്ധം പറയുന്ന മെസ്സേജ്, ഹോർമോസ് ഇസ് നോട്ട് സ്റ്റേബിൾ എനിമോർ. So, in the future, Iran's geographical importance will be reduced. ഇതാണ് ഈ യുദ്ധത്തിന്റെ എയിം.
ഈ ഗോളിലേക്കാണ് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ ഇടയിൽ പലതരത്തിലുള്ള മെസ്സേജുകളും ഇൻഫർമേഷൻസും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും അമേരിക്കയുടെ സൈഡിൽ നിന്നും വ്യത്യസ്ത തരത്തിൽ പുറത്തു വരും. അതൊന്നും തന്നെ ഈ യുദ്ധത്തിന്റെ എൻഡ് ഗോളിനെ ബാധിക്കില്ല, അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് യുദ്ധം തുടങ്ങിയത്. അപ്പൊ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ലെവൽ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. തീർച്ചയായിട്ടും ഇത് ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് അനാലിസിസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഹെഡ്ലൈനിൽ ഈ അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ അൾട്ടിമേറ്റ് ഗോൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.